മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. എനിക്ക് റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും അറ്റ്ലീസ്റ്റ് ഇടയിലിടയിൽ ഞാൻ തീർച്ചയായിട്ടും പറ്റും പോലെയൊക്കെ ചെയ്യും ഞാൻ. എന്തായാലും ഓക്കെ, ഇന്നിപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ജനറൽ റീഡിംഗ് ആയിട്ട് എടുക്കാം. നിങ്ങളുടെ ഇന്നത്തെ എനർജി ആൻഡ് യൂണിവേഴ്സ് എന്താ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്ന നോക്കാം നമുക്ക്. ആൻഡ് ഓക്കെ, okay, 3 of wands, ace of pentacles, 1 more, 6 of, okay, chia. ഓക്കെ, ഇത് രണ്ട് തരത്തിൽ കാണുന്നുണ്ട് എനിക്ക്. ഒന്ന് നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിലാണ്, സോറി കരിയർ അല്ലെങ്കിൽ ഒരു ഫൈനാൻസിൻ്റെ കാര്യത്തിലാണ്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഗോൾസ് നിങ്ങളുടെ, അതായത് നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതിന് നിങ്ങൾ കുറച്ച് പ്ലാനിങ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ നല്ലോണം പ്ലാൻ ചെയ്തൊക്കെ ഐ തിങ്ക് മുന്നോട്ട് പോയി കാണും. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നേടാൻ കുറച്ച് പ്ലാനിങ് ചെയ്ത് പ്രോപ്പറായിട്ട്, ലൈക്ക് നമ്മൾ പറയില്ലേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ സൂക്ഷിച്ച് നിങ്ങൾ ശരിക്കും പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് നല്ലോണം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് ലൈക്ക് ബിസിനസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനെ നല്ലോണം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താ പറയുക, ഈവൻ ജസ്റ്റ് ജോലി അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ഫ്യൂച്ചറിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് അവസരങ്ങൾ പലതും ഓപ്പൺ ആണ്. ഒരുപാട് നിങ്ങളെ തന്നെ ഗ്രോ ചെയ്യാനും, നിങ്ങൾ ഗ്രോ ആവാനും, ലൈഫ് ഗ്രോ ആവാനും എന്തിനായാലും ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്കൊരു ഗോൾ വയ്ക്കുക, എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നടക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ആക്ച്വലി യെസ്, നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ പ്ലാനൊക്കെ ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് മണി വൈസ്, ഫൈനാൻഷ്യൽ വൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കാണുന്നുണ്ട്. ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കുറച്ച് പണം കിട്ടുന്ന പോലെയുണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ലൈഫിലേക്ക് വരും എന്ന രീതിയിലാണ്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യുന്ന രീതിക്ക് കാണുന്നുണ്ട്. അബൻഡൻസ് ആണ് കാണുന്നത്. അബൻഡൻസ് ഉണ്ട്. അതിന് നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള പണം ഫൈനാൻഷ്യലി നിങ്ങൾ ഓക്കെ ആയിരിക്കും. എനിക്ക് ഫൈനാൻഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ, അതായത് ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന് വേണ്ട ഫൈനാൻഷ്യൽ നമുക്ക് ആവശ്യം ഉണ്ടാവുമല്ലോ, എന്തെങ്കിലുമൊക്കെ പണം ആവശ്യം ഉണ്ടാവുമല്ലോ, അതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അത് കിട്ടും നിങ്ങൾക്ക് എന്ന രീതിയിലാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അത് മാത്രമല്ല, ഇത് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾക്ക് ഗ്രോ ആയിട്ട് അതിലും നിങ്ങൾക്ക് അബൻഡൻസ് വരുന്നതായിട്ടാണ് കാണുന്നത്. സോ യെസ്, നിങ്ങൾക്ക് ഓരോ ദിവസമായിട്ട് നിങ്ങൾക്ക് വളർച്ച കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു വിഷമം തോന്നില്ല, അതായത് ഒരു സങ്കടം തോന്നില്ല, ഞാൻ ഇത്രയും ചെയ്തിട്ടൊന്നും കിട്ടിയില്ലല്ലോ എന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല. ബിക്കോസ് നിങ്ങൾക്ക് യൂണിവേഴ്സ് അതിൻ്റെ റിവാർഡ് തീർച്ചയായിട്ടും തരുന്നുണ്ട്. നിങ്ങളുടെ എഫേർട്സിൻ്റെ ആണ്, നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു റിവാർഡ് തന്നെയാണ് യൂണിവേഴ്സ് തരുന്നതാണ്. ഇവിടെ നിങ്ങൾ ഒരല്പം നോസ്റ്റാൾജിക് ആയിട്ട് കാണുന്നുണ്ട്. കുറച്ച് പേര് ഇവിടെ ഒരു മനസ്സിൽ മേ ബി ചില കാര്യങ്ങൾ മിസ്സിങ് എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചെറുപ്പകാലം മിസ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആരെങ്കിലും മിസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയെ മിസ് ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ദൂരെയൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ കുറച്ച് പേർക്ക് മേ ബി നിങ്ങൾ വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെ മിസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് എനിക്കുണ്ട്. അല്ലാത്തവർക്ക് ഇവിടെ എന്തോ നിങ്ങളൊരു മേ ബി നിങ്ങളുടെ കുട്ടിക്കാലം, നിങ്ങളുടെ ഒരു നമ്മൾ ചില സമയത്ത് ആക്ച്വലി ഇതെനിക്ക് കണ്ടപ്പോൾ എന്താണെന്നറിയില്ല, അങ്ങനെ ഒരു എനർജി ഫീൽ ചെയ്തു. നിങ്ങളുടെ ഒരു കുട്ടിക്കാലം, നമ്മൾ ഹാപ്പി ആയിട്ടിരുന്ന ചില കാലങ്ങൾ, അതിനെ ഒന്ന് മിസ് ചെയ്യുന്ന പോലെയുണ്ട്. ചൈൽഡ്ഹുഡ് മിസ് ചെയ്യുന്ന പോലെ. നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, പാരൻസിനെ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു മിസ്സിങ് എനർജി എനിക്ക് വന്നു. അത് മാത്രമല്ല, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ആഗ്രഹങ്ങൾ, മേ ബി നിങ്ങളുടെ ഒരു ഡ്രീം നിങ്ങൾക്ക് നടക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. അതായത് നിങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം, ഓക്കെ, നിങ്ങൾ കുറേ ആയിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരിക്കും, അത് നടക്കുന്ന കാര്യങ്ങളായിരിക്കും കാണുന്നത് നമ്മൾ. സോ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെയുണ്ട്. ഒരു മിസ്സിങ് എനർജിയും നല്ലോണം വരുന്നുണ്ട്. എന്താ മേ ബി നിങ്ങൾക്ക് നമ്മൾ ചിലപ്പോൾ ബിസിനസ് കാര്യങ്ങളൊക്കെ, നിങ്ങൾ ജോലി എന്നൊക്കെ പറഞ്ഞ് ബിസി ആകുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു മിസ്സിങ് എനർജി ഇടയിൽ കൂടെ ഫീൽ ചെയ്യില്ല. ചിലപ്പോൾ അങ്ങനെ ആവാം കേട്ടോ. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളാവാം. അല്ലെങ്കിൽ ഓക്കെ, ഇവിടെ കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യം കൂടിയുണ്ട്. അല്ലെങ്കിൽ എനിവേ ഞാൻ ഇങ്ങനെ പറയാൻ പറ്റും, നിങ്ങൾക്ക് മേ ബി ബിസിനസ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു പാർട്ട്ണർഷിപ്പും കാണുന്നുണ്ട് എനിക്ക്. ഒരു പാർട്ട്ണർഷിപ്പ് ലെവലിൽ നിങ്ങൾക്ക് ആരെങ്കിലും സപ്പോർട്ട്, ഒരു ഹെൽപ്പ്, ഒരു ഫ്രണ്ട് ആയിരിക്കാം, ഓക്കെ, നിങ്ങളുടെ ഒരു ഈവൻ ലൈക്ക് ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം, സോൾമേറ്റ് ആയിരിക്കാം, ഹസ്ബൻഡോ വൈഫോ ആയിരിക്കാം. അങ്ങനെ ആരോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടും എനിക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നെനിക്ക് കാണുന്നുണ്ട്. സപ്പോർട്ട് ഉണ്ടാവും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും എന്നാണ്. ആക്ച്വലി ഇവിടെ ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്, ഇത് ഏസ് ഓഫ് വാണ്ട്സ് ആണ്, ഇവിടെ രണ്ടും ഉണ്ട്. സോ യെസ്, നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം എന്ന രീതിയിൽ, ആക്ച്വലി രണ്ട് കാർഡ് നമുക്ക് പുതിയ തുടക്കങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഇത് കുറച്ച് നമ്മൾ ഫൈനാൻഷ്യലി അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഇത് നമ്മൾ പറയുന്ന ഐഡിയാസ്, നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി, അതായത് നമ്മളൊരു കാര്യം ചെയ്യാൻ
വേണ്ടിയിട്ട് നമുക്ക് ഐഡിയാസ് വരും, നമ്മൾ എങ്ങനെ ചെയ്യണം, അതിനെ എങ്ങനെ യുനോ പ്ലാനിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇത് കാണിക്കുന്നത്. സോ നിങ്ങളുടെ പ്ലാനും നടക്കും, നിങ്ങൾക്ക് സക്സസ്ഫുള്ളി മുന്നോട്ട് പോകും, അതിനുള്ള ഫൈനാൻഷ്യൽ ഹെൽപ്പും നിങ്ങൾക്ക് ഉണ്ടാവും, ഫൈനാൻഷ്യൽ ഗ്രോത്തും നിങ്ങൾക്ക് കാണും. സോ എവിടേക്കോ നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്തിൻ്റെ ഒരു പീരീഡ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം വന്നിട്ടുണ്ട്. റിലേഷൻഷിപ്പ് നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങൾ പേഴ്സൺ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു പേഴ്സണുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് വരുന്നതും കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, കമ്മിറ്റ്മെൻറ്റും ഒരു പുതിയ തുടക്കവും, ഓക്കെ, ഒരു ലൈക്ക് ഒരു റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം വരുന്ന പോലെയും കാണുന്നുണ്ട്. സോ അതും ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ അതായിരിക്കും ഒരു മിസ്സിങ് എനർജി ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചൊരു കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കാം. കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, ആക്ച്വലി നിങ്ങൾ ഒരു മുന്നോട്ട് നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ഒരു നല്ലൊരു ഫ്യൂച്ചറും എനിക്ക് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് കമ്മിറ്റ്മെൻ്റ് ആയിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പാഷനേറ്റ് ആയിട്ട് പോകുന്ന ഒരു പുതിയ പേഴ്സൺ വരുന്നതായിരിക്കാം. ഓക്കെ, പുതിയ ഒരു ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ മുമ്പത്തെ ബന്ധം തന്നെ ഓക്കെ മേ ബി ബെറ്റർ ആയിട്ട് വരുന്നതായിരിക്കാം. സോ അതൊരു കമ്മിറ്റ്മെന്റ് ലെവലിലേക്ക് വരുന്ന പോലെയും കാണുന്നുണ്ട്. സോ കുറച്ച് പേർക്ക് അതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പിന്റെ കാര്യമായിരിക്കും, ജോലിയിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന കാര്യമായിരിക്കും, നമ്മുടെ നല്ലൊരു ഫ്രണ്ട് എന്ന രീതിക്ക് നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടുമായിട്ടൊരു കാണാനുള്ളൊരു സാധ്യത. പക്ഷേ ഇത് കുറച്ചുകൂടി നമ്മൾ റൊമാൻറ്റിക് ആയിട്ട് എടുക്കുക. സോ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള സാധ്യതയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും പാസ്റ്റ് പേഴ്സണൊക്കെ ആണെങ്കിലും നിങ്ങൾ ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, രണ്ട് തരത്തിലും കാണുന്നുണ്ട്. ദൂരെയുള്ള ആരെങ്കിലും ആണെങ്കിൽ ഓക്കെ കാണാൻ വരാം, മെസ്സേജ് വരാം, മീറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ രണ്ട് തരത്തിലും ഞാൻ പറയാൻ ശ്രമിച്ചാണ്. കുറച്ച് ഗൈഡൻസ് കൂടെ എടുത്തേക്കാം. സോറി. ഗൈഡൻസ് നിങ്ങൾക്ക് ഇന്നത്തെ ട്രാൻസ്മ്യൂട്ടിംഗ് പെയിൻ, ഗുഡ്. ഓക്കെ, കണക്ടിവിറ്റി, സ്കൈ ബ്രിഡ്ജ്, പോസിബിലിറ്റി ഫോർ യൂണിയൻ, പിന്നെ ഓക്കെ, ഐസ് ഓഫ് ദ ഈഗിൾ ആൻഡ് വാവ്, ഹാർട്ട് ഹോം കമ്പാഷൻ. ഇത് ആക്ച്വലി ഓക്കെ അഗെയിൻ ആ ഒരു മിസ്സിങ് എനർജി, ഞാനൊരു ചൈൽഡ്ഹുഡിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. നിങ്ങൾ നാടൊക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ, കുറച്ച് പേര് മേ ബി നാടോ ഫാമിലിയോ ഒക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ദൂരെ നിങ്ങൾ വേറെ വേറെ സ്ഥലത്തൊക്കെ ആണെങ്കിൽ എവിടെയോ വീടിനെ കുറിച്ച് വീണ്ടും വന്നിട്ടുണ്ട്, വീട് ഫാമിലി എന്നുള്ള ഒരു കാർഡ് വീണ്ടും വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും, ചിലപ്പോൾ അത് മിസ് ചെയ്യുന്നുണ്ടാവും, അതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ നടക്കും എന്ന രീതിക്ക് പറയാം. നിങ്ങളൊരു ഫാമിലി ഹാപ്പി ആയിട്ടിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, ഓക്കെ, അവരെ വിസിറ്റ് ചെയ്യുക, കാണുക, അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നതായിട്ട്, ഒരു ഹോംലി ഫീലിംഗ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കുറച്ച് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുമ്പ്. ഓക്കെ, ബട്ട് 3 ഓഫ് വാൻസ് നമ്മൾ നേരത്തെ കണ്ടു. 3 ഓഫ് വാൻസ് പറയുമ്പോൾ ഒരു തരം പ്ലാനിങ് എന്ന രീതിക്ക് എടുക്കാം നമുക്ക്. സോ പ്ലാനിങ് ഞാൻ പറഞ്ഞത് മേ ബി നിങ്ങൾ ലൈഫിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിരിക്കാം. ഓക്കെ, ലൈഫിനെ നമ്മൾ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. സോ ഇവിടെ ഈ ഒരു ട്രാൻസ്മ്യൂട്ടിംഗ് പെയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതായത് ലൈഫിൽ എന്ത് വിഷമം വന്നിട്ടുണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും ആ വേദനയിൽ നിന്നും മറികടന്ന് നിങ്ങൾ അതിനെ നിങ്ങളുടെ ശക്തിയാക്കി യൂസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന പോലെയാണ്. നിങ്ങളോട് പറയുന്നത് അങ്ങനെ ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടെങ്കിൽ, പാസ്റ്റിൽ ചില വിഷമങ്ങൾ വേദനകൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് നിങ്ങൾ അതിനെ നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ട് യൂസ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ആ വേദന നിങ്ങളെ താഴ്ത്താനല്ല, ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ പഠിച്ച് മേലേക്ക് കയറാനാണ് പറയുന്നത്, നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്യാനാണ് പറയുന്നത്. സോ ട്രാൻസ്മ്യൂട്ട് ദ പെയിൻ, അതായത് വേദനയെ നിങ്ങൾ മാറ്റി നിങ്ങളുടെ ശക്തിയാക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, നിങ്ങളെ കൊണ്ട് അത് സാധിക്കും എന്ന് തന്നെയാണ്. ആൻഡ് ഇവിടെ ജുവൽഡ് വെബ് ഉണ്ട്, കണക്ടിവിറ്റി. ഓക്കെ, സോ ഇതെവിടെയോ അഗെയിൻ ഇതൊരു വേൾഡ് കാർഡ് പോലെയുണ്ട്. ഇത് രണ്ടും ഓൾമോസ്റ്റ് സിമിലർ എനർജി ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. കുറേ നമ്മൾ പല സ്ഥലങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന പോലെയാണ്. സോ മേ ബി നിങ്ങളുടെ ബിസിനസ് ഒക്കെ ആണെങ്കിൽ അത് നല്ലോണം ഗ്രോ ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും എന്ന് പറയുന്ന പോലെ. എവിടെയും വേൾഡ് വൈഡ് വെബ് എന്ന് വിളിക്കാം നമുക്ക്. അതായത് നമ്മുടെ ഇന്റർനെറ്റിൽ ഫേമസ് ആവും, അല്ലെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അത് വേറെ സ്ഥലത്ത് കൂടി അതിനെ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളായാലും ശരി, ഒരു ജോലിക്ക് വേണ്ടി വേറെ എവിടെയെങ്കിലും മാറിപ്പോവുക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. സോ നിങ്ങൾ കുറച്ചുകൂടി എല്ലാം എക്സ്പാൻഡ് ചെയ്യുന്ന പോലെ. ഓക്കെ, അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. ആൻഡ് അഗെയിൻ പോസിബിലിറ്റി ഫോർ യൂണിയൻ വീണ്ടും വന്നിട്ടുണ്ട്. സോ മേ ബി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറച്ച് പേർക്ക് നിങ്ങളുടെ ഒരു പേഴ്സണുമായിട്ട് റീയൂണിയൻ എനിക്ക് കാണുന്നുണ്ട്. ഒരു സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിൽ പുതിയതായിട്ട് വരാം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള വ്യക്തി. പക്ഷേ യൂണിയൻ ആണ് പറയുന്നത്, റീയൂണിയൻ എന്നല്ല. സോ യെസ്, ഒന്നുമില്ലെങ്കിൽ പുതിയ വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പഴയ വ്യക്തി തന്നെ. നിങ്ങൾക്കൊരു യൂണിയൻ്റെ പോസിബിലിറ്റി ഇവിടെ യൂണിവേഴ്സ് തരുന്നുണ്ട്. അഗെയിൻ യൂണിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പേഴ്സണുമായിട്ട് മാത്രം കണക്കാക്കേണ്ട, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും, അതും നമുക്ക് എടുക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ
ഐസ് ഓഫ് ദ ഈഗിൾ. ഐസ് ഓഫ് ദ ഈഗിൾ റൈസിങ് അബൌ ദ ഫ്രേ. അതായത് നമ്മൾ ശരിക്കും ഈഗിൾ എങ്ങനെയാണ്, നമ്മുടെ പരുന്തൽ ഈഗിൾ എങ്ങനെ പറക്കുക നമ്മൾ പറയില്ലേ, ഏറ്റവും മേലെ അല്ലേ, അതായത് ക്ലൗഡ്സിൻ്റെ ഒക്കെ മേലേക്ക് പറക്കാൻ സാധിക്കും എന്ന് പറയുമല്ലോ. അപ്പോൾ താഴെയുള്ള അതൊന്നും എന്താ പറയുക, ഫ്രേ എന്ന് പറയുമ്പോൾ നമ്മളൊരു കോൺഫ്ലിക്റ്റ് ആവാം, പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ നമ്മുടെ ക്ലൗഡ്സ്, മഴയുടെ ക്ലൗഡ്സിനെ കുറിച്ച് നമുക്ക് പറയാം. അതിൻ്റെയൊക്കെ മേലേക്ക് നിങ്ങൾക്ക് പറക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ ആവാനാണ് നിങ്ങളോട് പറയുന്നത്. അതിൻ്റെ എത്ര മേലെ പറക്കുമ്പോഴും അതിൻ്റെ വളരെ ഐസ് ഭയങ്കര ഷാർപ്പാണെന്ന് പറയില്ലേ, താഴേക്ക് പെട്ടെന്ന് പറന്നു വന്ന് ഇങ്ങനെ റാഞ്ചി എടുത്തുകൊണ്ട് പോകുന്നൊക്കെ കേട്ടിട്ടില്ലേ. സോ അങ്ങനെ നിങ്ങളും ഒരു വിഷൻ, ആക്ച്വലി നിങ്ങൾക്ക് അത്രയും പറക്കാൻ, ഉയരത്തിൽ പറക്കാൻ സാധിക്കും എന്നുമാണ്. നിങ്ങളുടെ വിഷൻ ഭയങ്കര ഷാർപ്പാണ് എന്ന് എവിടേക്കോ നിങ്ങളുടെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്ന പോലെയാണ്. നിങ്ങൾക്ക് കുറേ നല്ലത് വരാനിരിക്കുന്ന ഒരു കാര്യത്തിന് സജസ്റ്റ് ചെയ്യുന്ന പോലെയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ചെയ്ത് ഓൾറെഡി ഞാൻ പറഞ്ഞു, മേ ബി നിങ്ങൾ ഫാമിലി മിസ് ചെയ്യുന്നുണ്ടാവാം, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഫാമിലി ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ നമ്പേഴ്സ് നിങ്ങൾക്കിതിൽ ഞാൻ എപ്പോഴും ഇങ്ങനത്തെ പറയും. സോ 22, 32, 47, 18 ആൻഡ് 27. ഓക്കെ, ഇവിടെ 4 ആണ്, 5, 11 പറയുമ്പോൾ അഗൈൻ 2 ഉണ്ട് ഇവിടെ. സോ 2 കുറച്ചുണ്ട് ഇവിടെ. 18 വരുമ്പോൾ 9 ആൻഡ് ഇവിടെ 9. ഓക്കെ, 9 ഇവിടെ ഉണ്ട്. ആൻഡ് 2s കുറച്ചുണ്ട് ഇവിടെ. സോ 2 റിപ്പീറ്റിംഗ് നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടാവാം. 9 ആക്ച്വലി നമ്മളൊരു ലക്കി നമ്പർ ആയിട്ടാണ് എടുക്കാറ്. സോ എവിടെയോ നിങ്ങൾക്ക് ലക്ക് വരുന്ന രീതിക്ക് പറയാം. ഓക്കെ, ചില സൈക്കിൾസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പക്ഷെ എന്തോ നല്ലത് വരുന്നു എന്ന രീതി കൂടിയാണ്. ന്യൂ ബിഗിനിങ്സ് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. സോ 9 നമ്മുടെ ഓൾമോസ്റ്റ് എൻഡിങ് എന്ന് പറയും നമ്മൾ. 9 കഴിഞ്ഞാൽ 10 ആണ്. സോ 10 എപ്പോഴും ന്യൂ ബിഗിനിങ് ആണ്. സോ യെസ്, നിങ്ങൾക്ക് എന്തോ പുതിയതൊക്കെ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, സോ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. എന്തൊക്കെയോ നിങ്ങൾക്ക് നല്ല ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. സോ താങ്ക്സ് ദ യൂണിവേഴ്സ്. ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും വയ്ക്കാം. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.